പോരമ്മ കടയിൽ പോയി കളിച്ചാ പോരെ. അത് വേണ്ട, മറ്റേത് മതി. മറ്റൊരു തെറ്റിക്ക് എന്റെ ടൈം വേസ്റ്റ് ആവും. ഇല്ലടി കളി തെറ്റിച്ചാ എനിക്ക് 10 രൂപ. ഓക്കെ 1 2 3 സ്റ്റാർ. സുബകരോ മിയാരോ മിയ മിയൻ ജ്യൂസ് ആൻഡ് ജ്യൂസ് സോസ് പൊട്ടറ്റോ ചിപ്പ് 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 സോസ് പൊട്ടറ്റോ. എന്റെ മാമ. ഓക്കെ 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 എന്നാ കളി. എനിക്ക് 10 രൂപ തരണം. ആ തരാം. അടുത്ത 20 രൂപയാണ്. സുബകരോ മിയാരോ മിയൻ ജ്യൂസ് ജ്യൂസ്. നീ എന്താ ഇവിടെ കളിച്ചേക്കണേ? എന്തേ പോണ്ടേ? ആ പോണം. ജമന്തി വിളിച്ചില്ലേ എന്നെ? പോവ്. അപ്പൊ അവളെ എന്നെയും വിളിച്ചല്ലോ. സീരിയസ് ആണ് പറഞ്ഞിട്ട്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതല്ലേ? ആ എന്നിട്ട് എന്താ നീ ഇങ്ങനെ നിക്കണേ? നീ എന്താ രാവിലെ വിളിച്ചു പറഞ്ഞ പോവാന്ന്? അല്ല അമ്മയും വരണമെന്ന് പറഞ്ഞു. അമ്മയും വരണമെന്ന് പറഞ്ഞ അവിടെ വയ്യാതിരിക്കണതല്ലേ വിളിച്ചു പറഞ്ഞ് ചെല്ലണ്ടേ? കുഴപ്പമൊന്നുമില്ലാന്ന്. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണല്ലേ. ഐസിയുല് കയറ്റി അത്രേ പറഞ്ഞുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആയിസിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയേക്കണോ? അന്ന് കാണാനുള്ളവരൊക്കെ കാണാൻ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ അവള് വിളിച്ചേക്കണേ. ആ എന്നാ പോവാനെ പോവാ. പക്ഷേ എന്തൊരു കഷ്ടം. ഇത്ര ദിവസമായിട്ടൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിണ്ടായിരുന്നടാ. എന്റെ അമ്മാവാ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മെനക്കെടാണ്. രാത്രി അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ തിരിച്ചുകൊണ്ട് വന്ന് എനിക്ക് ഓഫീസിൽ പോലൊക്കെ പ്രശ്നമാവൂലേ? മനുഷ്യന്റെ അവസ്ഥയാണ് കേട്ടോ. നീ ഒന്നും വേഗം വന്നങ്ങട്. ആ എന്നാ ഇനി പോവന്നെ. അമ്മാ അമ്മാ അതെ ഇതപ്പൊ അമ്മാവനെയും വിളിച്ചിരുന്നു, സീരിയസ് ആന്ന് പറഞ്ഞിട്ട്. ഓ അപ്പൊ സീരിയസ് ആണല്ലോ. പോട്ടെ അങ്ങോട്ട്. എന്നാ പിന്നെ ഒന്ന് പോയിട്ട് വരല്ലേ നല്ലത്. പിന്നെ പോവാതിരുന്നാലാ? നീ കൂടെ വാ. ഞാനിപ്പോ വരണോ? അതെ നിങ്ങൾ വരില്ലെങ്കിൽ വേണ്ട, നീ വേറെ റെഡി ആയിക്കാം. പോയി ഡ്രസ് മാറിയിട്ട് വാ. അല്ലാതെ ഞാനും വരാം. ഒരു മിനിറ്റ്. ആശുപത്രിയിലെ കാര്യമല്ലോ. ഹലോ എപ്പോ? അയ്യോ ആ ശരി ശരി. ഇതിപ്പോ ആരാ? ആ ശരി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. കഴിഞ്ഞോ മാവ? കഴിഞ്ഞു കഴിഞ്ഞു. കാലത്ത് എന്റെ ചെവി ഊതി അടച്ചപ്പോഴേ ഞാൻ വിചാരിച്ച് ഒരു മരണ വാർത്ത കേൾക്കുന്നു. ഇത്രയും സീരിയസ് ആയിരുന്നോടാ? അപ്പൊ നീ എന്താ പറയാതിരുന്നേ? അതെ ഇതിപ്പോ ഇങ്ങനെ ഐസിയുല് കയറ്റുന്നതും തിരിച്ചിറക്കുന്നതും വരല്ലോ, അതൊക്കെ സ്ഥിരല്ലേ. ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയാ? ഇല്ല നമ്മളിപ്പോ ഇനി വീട്ടിലേക്ക് പോയാൽ മതി. അവര് ഇറങ്ങാൻ നിൽക്കണം. ആരാ വിളിച്ചത്? ഇത് വിളിച്ചത് അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഏതൊരു കക്ഷിയാണ്. ജവന്തി നമ്പർ കൊടുത്തിട്ട് വിളിച്ചാൽ ശരി ശരി. അമ്മ ഡ്രസ് മാറ്റി. ഞാൻ ഇപ്പൊ ഡ്രസ് ഒന്നും മാറ്റുന്നില്ല. മരണ വീട്ടിൽ പോകുമ്പോഴാണ് ഇപ്പൊ ഡ്രസ് മാറുന്നത്. ഞാൻ ഈ ഷർട്ട് മാറ്റി. അന്ന് മാറ്റിട്ടാ പെട്ടെന്ന് മാറ്റാം. മുണ്ട് മാറ്റും വേഗം വാങ്ങട്. ആ മുണ്ടും മാറ്റും. രാവിലെ അവള് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ സീരിയസ് ആണ് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവൻ ജോലിക്ക് പോണ്ടേ? ജോലിക്ക് പോണ്ടത് പറഞ്ഞു കഴിഞ്ഞാ ഉള്ള ലീവൊക്കെ അവൻ എടുത്തു കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ ദിവസവും വിവരം അറിയുന്നുണ്ട്. കുറവുണ്ട് കൂടുതലുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ അങ്ങോട്ട് തള്ളി കയറി പോകണമെന്ന് അതുകൊണ്ടാണ് അവൻ പോവാറുണ്ട്. ചേച്ചി അങ്ങോട്ട് പോയാ എടാ എനിക്ക് കാലും കിടച്ചാടി വേണ്ട. ഞാൻ എങ്ങനെയാടാ ഈ പോണത്? ആ വയ്യാത്തോടത്ത് പോണം. നാളെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നത് കൊണ്ട് നിനക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു എന്നോട്. പറഞ്ഞാലേ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ അല്ലേ? അത് ശരി. എനിക്കാണെങ്കിൽ ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും കാലം അവിടെ വയ്യാണ്ട് കിടക്കും. ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. നാട്ടുകാരെന്താ പറയാ? ക്ലീറ്റാ ക്ലീറ്റാ ഒന്നും വന്നേ. അതെ അതെ ജമന്തിയുടെ അച്ഛൻ മരിച്ചുപോയി. ആ ചുമ്മാതെയോ മരിച്ചില്ല. കനകനിപ്പോ ഫോൺ വന്നത് ആശുപത്രിന്ന്. എന്തൊരു കഷ്ടം. ഞാൻ ഇന്ന് രാവിലെ കൂടി പറഞ്ഞ ഒന്ന് പോയി കാണാൻ ക്ലീറ്റോ ഒന്ന് സമ്മതിച്ചില്ലല്ലോ. നീ വേഗം റെഡിയാവ്. ഞാനേ ഒരു കാര്യം, ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് അങ്ങ് വരാം. അല്ലടി പോണം മീറ്റിങ്ങിന്. അവിടെ പോയി തല ശരിയാ. ഞാനൊരു റീത്തൊക്കെ അങ്ങ് വരാന്ന്. നിങ്ങൾ പോവോ? നിങ്ങൾ ഭർത്താവിനാണ് ഞാൻ വരാന്ന് പറയില്ല. സത്യം ചെയ്. ഒന്നീ ചുമ്മാ സത്യം ചെയ്യണം. ഞാൻ വരുമെന്ന് പറഞ്ഞേ. ഒരു റീത്ത് മേടിച്ചിട്ട് ഞാനങ്ങ് വരാം. റീത്തൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും വന്നാ മതി. വരാന്ന് പോയി ഉടുപ്പ് മാറ്റിക്ക് വേഗാവട്ടെ. നിങ്ങൾ ഇവിടെ റെഡി ആയി അല്ലെങ്കിൽ വേണ്ട ഞാൻ അടുപ്പത്ത് ഇത് വെച്ചിട്ടുണ്ട്. തീ ഒന്ന് നിർത്തിയൊക്കെ തക്കളി നോക്കി നിക്കാതെ കുളിക്കാൻ കയറി പെണ്ണെ. പിന്നെ കുളിപ്പിച്ചേരെ. വേഗാവട്ടെ വേഗാവട്ടെ. ഇന്നത്തെ ദിവസം തന്നെ പണി പറ്റിച്ചല്ല. ക്ലീറ്റ് ഇവളൊന്ന് ഉടുപ്പിക്കോ? പെട്ടെന്ന് ഓ അവക്ക് ഇതുവരെ അറിയാം. പെട്ടെന്ന് കുളിച്ചിറങ്ങും. എനിക്ക് സമയമായി മീറ്റിങ്ങിന്. കോമള എന്താ ഒന്നും കൂടി വേഗം വന്നൂടെ? കല്യാണത്തിനൊന്നല്ല പോണ്. അമ്മ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു തണുത്ത സ്വഭാവ. കഴിഞ്ഞില്ലേ? ഇറങ്ങ
അതെന്താ അങ്ങോട്ട് കാണാത്താണ് അവന് കഴിഞ്ഞാ കൂട്ടിയാ ബാക്കൊക്കെ ഞങ്ങൾ ഇറങ്ങോട്ടോ. പോവാം പോവാം. എവിടെ ക്ലീറ്റസ് എവിടെ ലേറ്റ് ഒന്നും വന്നില്ല. വാ. അതെന്തേ എന്താണ്ട് മീറ്റിംഗ് എടുത്ത് പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അതിനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പോക്കാണ്. എന്ത് രാഷ്ട്രീയക്കാരനാ എന്ത് മീറ്റിംഗ്? ഒരു കുടുംബത്തിലാണ് മരിച്ചു കിടക്കുമ്പോ അങ്ങോട്ട് കൂടി വരാത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഇല്ലേ? അവിടെ ഇപ്പണ്ടെന്നെ അത് വന്നില്ലാന്ന് വന്നേക്കാൾ ജമന്തിക്ക് എന്താ തോന്നുക അവൻ അവിടെ വന്നില്ലെങ്കിൽ? അങ്ങോട്ട് വന്നോളൂ അമ്മാവ. അതിന്റെ സ്വഭാവം അമ്മാവന് അറിയാൻ പാടില്ല. ഒരു മിനിറ്റ് ഞാൻ പേഴ്സ് എടുത്തില്ല. പേഴ്സ് എടുത്തില്ല. എന്തായാലും അത് കൂട്ട് വാതില് കൂട്ടേർക്കാം. ആ കൂട്ടന്നെ കൂട്ടി. ആ വാതിൽ തുറന്നിട്ട്